യേശു എന്തിനാണ് ലോകത്തിൽ വന്നത്? യേശു ആരാണ്? തന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിന്റെ ലക്ഷ്യം എന്താണ്? അതാ മനോഹരമായ കഥയിൽ പറയുക. നിങ്ങളിൽ ഒരുവന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ എന്ത് ചെയ്യും? 99 മരുഭൂമിയിൽ ഇട്ടിട്ട് നിങ്ങൾ ആ ഒന്നിനെ തേടി പോകും. 99 മരുഭൂമിയിൽ ഇട്ടിട്ട് ഒന്നിനെ തേടിപ്പോയ ഒരു ഇടയന്റെ ചരിത്രം ബൈബിളിലോ ലോക ചരിത്രത്തിലോ ഇല്ല. 99 വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോയ ഒരേ ഒരു ഇടയനുള്ളൂ. അത് ആടുകളുടെ നല്ലിടയനായ നസ്രേനായ യേശുവാണ്. 99 മരുഭൂമിയിൽ വിട്ട് അവൻ ഒന്നിനെ തേടിപ്പോയി. ഈ ഉപമ നമ്മൾ പഠിക്കുമ്പോൾ ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ പറയുന്നത് പരിശുദ്ധ പിതാവ് തന്നെ ലോകത്തിലേക്ക് അയച്ച ആ ദൈവിക പദ്ധതിയുടെ ആഴമായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവഴുത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഭക്തനായ ദാവീദ് സങ്കീർത്തന വരികളിൽ എഴുതി ചേർത്തു, കർത്താവേ, ഞങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയാണ്, നീ ഞങ്ങളെ അന്വേഷിച്ചു വരണം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തിലെ മാനവരാശി ദൈവത്തിന്റെ കരങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്ന ആടുകളാണ്. 100-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞങ്ങൾ നിന്റെ കയ്യിലെ ആടുകളും നീ ഞങ്ങളുടെ സംരക്ഷകനുമാണ്. വായിച്ചാൽ യഹോവ തന്നെ ദൈവമെന്നറിവീൻ, യഹോവ തന്നെ ദൈവമെന്നറിയുവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ദൈവം തമ്പുരാൻ തന്റെ കരുണയുടെ കരത്താൽ മനുഷ്യനെ ഉണ്ടാക്കി. അതിലുപരി ദൈവം മനുഷ്യനെ ഒരു ഇടയൻ എന്ന വണ്ണം സംരക്ഷിക്കുക. ലോകത്തിലെ ആകമാന മാനവരാശിയെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇടയനില്ലാതെ തെറ്റി ഉഴലുന്ന ഒരനർത്ഥത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ഈ ഇടയൻ എന്ന വിഷയം പഠിക്കുമ്പോൾ വളരെ ത്യാഗപൂർണവും വളരെ സഹിഷ്ണുതയും വളരെ ഉത്തരവാദിത്വവുമുള്ള ഒരു ജോലിയാണ് ഇടയന്റെ ജോലി. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആട്ടിടയന്മാരെ കണ്ടെത്താൻ സാഹചര്യം കുറവാണ്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലൊക്കെ പോയാൽ നമുക്ക് ആട്ടിടയന്മാരെ കാണാം. പക്ഷേ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേൽ, പാലസ്തീൻ, അറബി മേഖലകളിലെ അക്കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സമ്പത്താണ് ആട്. അതിലുപരിയായി വേദപുസ്തകത്തിൽ അനേക പ്രഗത്ഭരായ ആട്ടിടയന്മാരുടെ ചരിത്രം നമുക്ക് കണ്ടെത്താൻ കഴിയും. ദാവീദ് ഒരു ശ്രേഷ്ഠ ഇടയനായിരുന്നു. മോശ അതിനെ പോലൊരു വലിയ ഇടയനായിരുന്നു. ഹാബേൽ മറ്റൊരു ഇടയനായിരുന്നു. കോരസ് എന്ന മഹാരാജാവിനെ പ്രവാചകനായ യെശയ്യാവ് ഇടയൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ അനേക നീതിമാന്മാരെ ബൈബിളിൽ, അല്ലെങ്കിൽ അനേക ഇടയന്മാരുടെ ചരിത്രം ബൈബിൾ എടുത്തെഴുതിയിരിക്കുന്നത് കാണാം. ലോകത്തിലെ മാനവരാശിയെ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു വലിയ സമൂഹം ദാവീദ് പറഞ്ഞ വാക്കുകൾ പോലെയാണ്. ഗോലിയാത്ത് എന്ന മല്ലൻ ഇസ്രായേൽ പാളയത്തിൽ വന്ന് ഇസ്രായേലിനെ വെല്ലുവിളിച്ച് യഹോവയുടെ നാമത്തെ ദുഷിക്കുമ്പോൾ ദാവീദ് ഒരിക്കൽ ഒരു സംഭവം പറഞ്ഞു, പ്രഭു, ഞാൻ എന്റെ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും പിന്നീട് ഒരിക്കൽ ഒരു കരടിയും വന്നു. ഞാൻ അവയെ പിന്തുടർന്ന് ചെന്ന് സിംഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ ആട്ടിൻകുട്ടിയെ വലിച്ചെടുത്തു. ഇന്ന് ലോകത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ ഒരു വലിയ സമൂഹം സിംഹത്തിന്റെ വായ്ക്കുള്ളിൽ കൂർത്തുമൂർത്ത പല്ലുകൾക്കിടയിൽ പ്രാണരക്ഷാർത്ഥം അലറുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്തിലെ മനുഷ്യന്റെ ഗതി. സമ്പൽ സമൃദ്ധിയുടെ രാജവീതിയിൽ കൂടെ മനുഷ്യൻ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാൽ ക്ഷണഭങ്കുരമായ ആയുസ്സില് ലോകത്തിലെ സകല ജഡീയ സന്തോഷങ്ങളും ലോകത്തിലെ സകല ഉല്ലാസങ്ങളെയും നൽകിക്കൊണ്ട് മുഴുവൻ ലോകത്തെക്കാളും വിലപ്പെട്ട മനുഷ്യന്റെ ആത്മാവിനെ വശീകരിച്ചെടുക്കുവാൻ സാത്താൻ തന്ത്രം മെനയുന്ന കാലഘട്ടം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വലിയ സമൂഹം ഇന്ന് സിംഹത്തിന്റെ വായിൽ കൂർത്തുമൂർത്ത വല്ലുകൾക്കിടയിൽ പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം
അതിന്റെ 34 വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുകയാണ്, സിംഹത്തിന്റെ വായിൽ അകപ്പെട്ടുപോയ ഒരു ആട്ടിൻകുട്ടി. വായിച്ചാൽ ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടിവിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ നമ്മുടെ ബ്രദർ സാക്ഷി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദീർഘവർഷമായി പിശാചിന്റെ പല്ലുകൾക്കിടയിൽ അമർന്ന് പ്രാണരക്ഷാർത്ഥം അലറി വിളിച്ച തന്റെ പ്രിയ മകളെ കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. വലിച്ചെടുപ്പാൻ ആർക്കും കഴിഞ്ഞില്ല, ശാസ്ത്രത്തിന് കഴിഞ്ഞില്ല, ലോകത്തിന്റെ അറിവിന് കഴിഞ്ഞില്ല, മനുഷ്യവിദ്യകൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ആ സിംഹത്തിന്റെ പല്ലുകൾക്കിടയിൽ നിന്ന് മനുഷ്യവർഗത്തെ വലിച്ചെടുത്ത് രക്ഷിക്കുവാൻ ഒരേ ഒരു ഇടയന് കഴിയൂ. അത് നസ്രേനായ യേശുവാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപത്തിന്റെയും നാശത്തിന്റെയും അടിത്തട്ടിൽ കിടക്കുന്ന മാനവരാശിക്ക് ഉദ്ധാരണം നൽകുവാൻ ആകാശത്തിന്റെ ഭൂമിക്ക് മുകളിൽ യേശുവിന്റെ സാന്നിധ്യത്തിന് മാത്രമേ കഴിയൂ. പലപ്പോഴും നമ്മൾ പെന്തക്കോസ്ത് പശ്ചാത്തലങ്ങളിൽ ജനിച്ചവരും ബാല്യകാലങ്ങളിൽ തന്നെ യേശുവിനെ കണ്ടെത്തിയവരുമാകിയാൽ വലിയ അധർമ്മ പ്രവൃത്തികളോ പാപങ്ങളിലോ ഒന്നും അകപ്പെട്ടവരാകണമെന്നില്ല. എന്നാൽ നിങ്ങൾ ചിലരുടെ ജീവിതാവസ്ഥകളെയൊക്കെ ആരാഞ്ഞു നോക്കിയാൽ പാപത്തിന്റെ ഗണികളിൽ അകപ്പെട്ടിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ ആ കൂർത്തുമൂർത്ത വല്ലുകൾക്കിടയിൽ ഇരുന്ന് പ്രാണരക്ഷാർത്ഥം അലറുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് നമ്മുടെ ഭാരതഭൂമിയിൽ തന്നെയുണ്ട്. രക്ഷിപ്പാൻ ആരെ കൊണ്ട് കഴിയും? ഒരേ ഒരു ഇടയനുണ്ട്, അത് നസ്രേനായ യേശുവാണ്. രണ്ടാമത്തെ ആട്ടിൻകുട്ടത്തെ കുറിച്ച് നമ്മൾ നോക്കിയാൽ ഭക്തനായ ദാവീദ് പറയുന്നു, അവരെ പാതാളത്തിന്റെ ആടുകളായി നിയമിച്ചിരിക്കുക. നിത്യനരകം മുൻപിൽ കണ്ടുകൊണ്ട് മരണപാശങ്ങളാൽ ചുറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹം. ഞാൻ അടുത്ത കാലത്ത് ഒരു വ്യക്തിയെ കണ്ടു. നല്ല ജോലിയുണ്ട്, നല്ല ജീവിതത്തിന് എല്ലാവിധ പ്രതീക്ഷയ്ക്കപ്പുറമായ സമ്പൽ സമൃദ്ധിയുണ്ട്, ആരോഗ്യമുള്ള ശരീരമുണ്ട്. കൂടി വന്നാൽ ഒരു 35-36 വയസ്സ് കാണും. എല്ലാവിധ ഭൗമിക നന്മകളും പാരമ്പര്യമായി പിന്തുടരുന്ന ഒരു നല്ല കുടുംബം. പക്ഷേ അവിടുത്തെ ആ വ്യക്തി ആള് പറയുന്നത്, ഞാൻ മരിച്ചു പോകും അച്ചായ, ഞാൻ മരിച്ചു പോകും. എത്ര പറഞ്ഞിട്ടും അത് വിട്ട് പുറത്തേക്ക് വരാനൊക്കുന്നില്ല. ഒരേ ഒരു വാക്ക് മണിക്കൂറുകളോളം നമ്മൾ പറഞ്ഞ ശേഷവും നമ്മൾ നമ്മുടെ വായടയ്ക്കുമ്പോൾ അത് പറയുന്നത്, ഞാൻ ഏതാനും ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും അച്ഛാ. ജോലിക്ക് പോകുന്നുണ്ട്, ആ വാഹനം ഓടിക്കുന്നു, കൊച്ചി പട്ടണത്തിൽ ജീവിക്കുന്നു, വളരെ തിരക്കുള്ള ജീവിതമാണ്. പക്ഷേ പോക്കിലും വരവിലും വാക്കുകൊണ്ടും പ്രതീക്ഷ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മരണത്തെ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹം ഇന്ന് ലോകത്തിലെ മാനവരാശി എടുക്കുമ്പോൾ ഒരു വലിയ സമൂഹം പിശാചിന്റെ പല്ലുകൾക്കിടയിൽ നിന്ന് അലറുന്നു. ഇനി ഒരു വലിയ സമൂഹം മൃത്യുവിന്റെ ആടുകളായി തീർന്ന് നരകം പ്രതീക്ഷിച്ച് അവർ നരകത്തിലേക്ക് ഒഴുകുന്നു. സങ്കീർത്തന ഭാഗത്തിലേക്ക് വരുമ്പോൾ 49-ാം സങ്കീർത്തനം അതിന്റെ 14-ാം വാക്യം, അവർ പാതാളത്തിന്റെ ആടുകളായി നിയമിക്കപ്പെട്ടു പോകുകയാണ്. വായിച്ചാൽ, അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്തത്, മൃത്യു അവരെ മേയിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. അവരൊരു ആടാണ്, പാതാളത്തിന്റെ ആടാണ്. അവർക്കൊരു ഇടയനുണ്ട്. ആ ഇടയൻ യേശുവല്ല, പകരം ആ ഇടയൻ മരണമാണ്. അവിടെ എഴുതിയിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കും. കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് ജീവിത ലക്ഷ്യമില്ലാതെ പോവുകയാണ്. ആവശ്യത്തിലധികം പണമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല വാഹന സൗകര്യങ്ങളുണ്ട്, ഭൗമ്യമായ എല്ലാവിധ ചെറുതും വലുതുമായ നന്മകളുണ്ടെങ്കിലും അവരെ ഭരിക്കുന്നത് മൃത്യുവാണ്. ചിലരൊക്കെ നമ്മൾ അടുത്ത് ചെന്നാൽ അത്ഭുതപ്പെട്ടു പോകും. അവർക്ക് രോഗമൊന്നും പ്രത്യേകിച്ചില്ല, പ്രത്യേകമായ പ്രതിസന്ധികളൊന്നുമില്ല. പക്ഷെ അവർ ശൂന്യതയിൽ ഏതോ ഒന്ന് കേട്ടുകൊണ്ടിരിക്കും. ഞാൻ ആളിനോട് സംസാരിച്ചു, മണിക്കൂറുകളോളം പറഞ്ഞു, വേദപുസ്തകത്തിലെ അനേക കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എല്ലാം കേട്ട ശേഷവും അവസാന വാക്കിൽ പറയുന്നത്, ഞാൻ മരിച്ചു പോകും അച്ചായ. എന്നോട് പറയാ. ഞാൻ ചോദിച്ചാൽ എത്ര വയസ്സുണ്ട്? വയസ്സ് 35-36 ഉള്ളൂ. പക്ഷെ ഒരേ ഒരു വാക്കാണ്, ഞാൻ മരിച്ചു പോകും, ഞാൻ മരിച്ചു പോകും.
ഏതാനും ദിവസത്തിനുള്ളിൽ ഞാൻ മരിച്ചു പോകും. ഭക്ഷണം കഴിക്കുന്നു, വാഹനം ഓടിക്കുന്നു, നല്ലൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, ജോലി കാര്യങ്ങൾ നന്നായി നടത്തുന്നു. പക്ഷേ രാപ്പകൽ ലീഡ് ചെയ്യുന്ന ശക്തി മരണത്തിന്റെ ശക്തിയാണ്. ഇന്ന് രാത്രി ആരെങ്കിലും അങ്ങനെ മരണശക്തിക്ക് വിധേയപ്പെട്ട് മൃത്യു ഇടയനായിരുന്നു കൊണ്ട് പാതാളം ലക്ഷ്യമായി യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഞങ്ങളുടെ ഇടയിൽ ശ്രോതാക്കളായിട്ടുണ്ടെങ്കിൽ ഈ രാത്രി നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ഭരിക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ ഒരു നല്ല ഇടയനുണ്ട്. അത് നസ്രേനായ യേശുവാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് ലോകത്തിലെ രണ്ടാമത്തെ സമൂഹം ഇതാണ്. ദൈവം പണം കൊണ്ടൊന്നും നമുക്ക് മനുഷ്യനെ ഒന്നും സഹായിക്കാൻ ഒക്കത്തില്ല. പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ ഒന്നും ഒക്കത്തില്ല. ഒരിക്കലൊരാള് തനിക്ക് മക്കളുണ്ടാകാതിരുന്ന് ഒരു മകൻ ഉണ്ടായി, ഡൽഹിയിലാണ്. അവനെ ഉണ്ടായി കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവൻ എന്തോ ഒരു കുടൽ രോഗം വന്നു. വർഷങ്ങൾ 14-16 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുഞ്ഞ് ജനിച്ചത്. അവന്റെ അപ്പൻ അവനെ പൊന്നുപോലെ സംരക്ഷിച്ചതാണ്. ആ രോഗം മൂർച്ഛിതാവസ്ഥയിലേക്ക് എത്തി. താനന്ന് ദൈവഭക്തനൊന്നും ആയിരുന്നില്ല. താൻ അക്കാലത്തെ അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്തു. ഡോക്ടർമാർ തിരിച്ചും മറിച്ചും അവർ പഠിച്ച പണി 18 നോക്കി. അവസാനം അവർ കീഴടങ്ങി. അവർ പറഞ്ഞു, ഇതിനൊന്നും ഞങ്ങളിൽ മരുന്നില്ല, കൊണ്ടുപോയിക്കാട്ടെ. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, ബ്രദർ ജോസേ, പണത്തിനൊന്നും മനുഷ്യനോടൊന്നും നന്മ ചെയ്യാൻ ഒക്കത്തില്ല, വളരെ ധനികനാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു ഡോക്ടറോട്, സാറേ ഞാൻ സാറിന് 1 കോടി രൂപ തന്നേക്കാം, സാറേ ഞാൻ 1 കോടി രൂപ തന്നേക്കാം, എന്റെ കുഞ്ഞിനെ രോഗത്തിൽ നിന്നൊന്ന് രക്ഷിക്കാമോ? ദുഃഖമനോഭാവത്തോടെ ആ ഡോക്ടർ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സ്നേഹിത, നീ എനിക്ക് 1 കോടിയല്ല 100 കോടി രൂപ തന്നാലും ഈ രോഗത്തിൽ നിന്ന് രക്ഷിപ്പാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. മനോവേദനയോടെ ചങ്കുരുകി കരയുന്ന നാളിൽ കർത്താവായ യേശുവിന്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞു. കർത്താവിന്റെ കരം ആ കുഞ്ഞിനെ തൊട്ടു. അവൻ സൗഖ്യമായി. ഇപ്പോൾ അവനൊരു എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. അവന്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ഈ പണവും പ്രതാപവും വ്യർത്ഥമാണ്. ലോകത്തിൽ ഈ പണത്തിന് എന്നെ സഹായിപ്പാൻ കഴിഞ്ഞില്ല. സഹായിപ്പാൻ ഒരുവനെ കഴിഞ്ഞുള്ളൂ, അത് നസ്രേനായ യേശുവാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ ഒരു നല്ല ഇടയനുണ്ട് സഹോദരങ്ങളെ. മൃത്യുവിന്റെ കയ്യിൽ അകപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, മരണഭയം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അവർ മരിക്കത്തില്ല. മരിക്കുമെന്ന് പറയുന്നവർ 90 വയസ്സ് കഴിഞ്ഞാലും മരിക്കത്തില്ല. അതാ മറ്റൊരത്ഭുതം. ഈ മരിക്കത്തില്ലെന്ന് പറയുന്നവൻ പോകുന്ന വഴി കുരുണ്ട് വീണ് അവനങ്ങ് മരിച്ചും പോകും. മരിക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നവർ ക്ഷണനേരത്തിൽ മരിച്ചു പോകും. പക്ഷേ ഇതെപ്പോഴും നമ്മൾ വായിച്ചൊരു വാക്ക് കേട്ടോ, പാതാളത്തിന്റെ ആടുകളാണ്, മൃത്യുവാണ് അവരുടെ ഇടയൻ. അവരിങ്ങനെ പോകുകയാണ്. ഞങ്ങൾ മരിച്ചു പോകും. മരണപാശങ്ങളാൽ ചുറ്റപ്പെട്ടവരും പാതാള വേദനയാൽ പിടിക്കപ്പെട്ടവരുമായി ആരെങ്കിലും ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളെ അതിൽ നിന്ന് ഉദ്ധരിപ്പാൻ ശാസ്ത്രീയ മണ്ഡലത്തിനോ മെഡിക്കൽ ഫീൽഡിനോ കഴിയത്തില്ല. കഴിയുന്നൊരു മാർഗമുണ്ട്, അത് നസ്രേനായ യേശുവിന്റെ മാർഗമാണ്. ആകയാൽ ഇന്ന് ലോകത്തിലെ സമൂഹത്തെ ആകമാനം കണക്കെടുക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗം മൃത്യു ഭരിക്കുന്ന ആട്ടിൻകൂട്ടമാണ്. മൂന്നാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധ പത്രോസ് അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് തെറ്റി ഉഴന്ന അലയുന്ന ആടുകൾ. 2 പത്രോസ് 2-ാം അധ്യായം 26-ാം വാക്യത്തിൽ വിശുദ്ധ പത്രോസ് പറയുകയാണ്, നിങ്ങളെല്ലാവരും തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയാണ്. വായിച്ചത്, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ നാം വായിച്ചു കേൾക്കുന്നത്, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. ഇന്ന് ലോകത്തിലെ മാനവരാശിയെ നിങ്ങൾ എടുത്താൽ ഒരു വലിയ സമൂഹം തെറ്റി ഉഴന്നലിഞ്ഞ് നടക്കുക. ജീവിതത്തിൽ ലക്ഷ്യമൊന്നുമില്ല. എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എന്തിനായി ജീവിക്കുന്നു, ഈ ചിന്തകളൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ഉപജീവന മാർഗത്തിനായി പോകുന്നു, വൈകുന്നേരം മടങ്ങി വരുന്നു. ദുഃഖവും നിരാശയും സഹസഞ്ചാരിയായിരിക്കുന്നു. മരണത്തിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രകൃതിയുടെ പ്രതിഭാസമായ മരണം എന്നെ പിടിക്കും, ഒരു ദിവസം ഞാൻ ലോകം വിട്ടുപോകും. തെറ്റി ഉഴന്ന ജീവിത ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നവർ ഒരു വലിയ സമൂഹം. പിശാചിന്റെ കണികളിൽ അകപ്പെട്ട്, അവന്റെ ബന്ധനത്തിൽ അകപ്പെട്ട്, കൂർത്തുമൂർത്ത പല്ലുകൾക്കിടയിൽ ഇരുന്ന്
പ്രാണരക്ഷാർത്ഥം നിലവിളിക്കുന്ന സമൂഹം. രണ്ടാമത്തേത് മരണം ഭരിച്ച് മരണഭയത്തിന് അടിമയായി ഈ ഭൂമിയിൽ പാതാളത്തിന്റെ ആടുകളായി മൃത്യു എന്ന ഇടയൻ ഭരിക്കുന്ന സമൂഹം. മൂന്നാമതായി വായിച്ചു കേട്ടല്ലോ, തെറ്റി ഉഴന്ന ജീവിത ലക്ഷ്യമില്ലാത്ത മനുഷ്യർ. നമ്മൾ ചിലരോടൊക്കെ ചെന്ന് സംസാരിച്ചാൽ അവരുടെ ചില വാക്കുകളൊക്കെ കേട്ടാൽ നമുക്കങ്ങ് അത്ഭുതം തോന്നും. ഒരിക്കലൊരു കഠിനമായ ക്യാൻസർ രോഗം പിടിച്ച ഒരാളെ മറ്റൊരാൾ എന്നോട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ സന്ദർശിക്കാൻ പോയി. തന്റെ കുടുംബത്തിൽ പലരും പെന്തക്കോസ്, വേറെ ഏതൊരു പെന്തക്കോസ് സമൂഹത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അവസാന നിമിഷമാണ്, എണ്ണപ്പെട്ട ദിനങ്ങളേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. തന്റെ സംസാരം കേട്ടപ്പോൾ നമ്മൾ ആരായാലും പൊട്ടിച്ചിരിച്ചു പോകും. അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, പാസ്റ്റർ ഇതിനൊന്നും മെനക്കെടണ്ട, ഞാൻ ചത്താൻ നരകത്തിൽ പോകും. അയ്യോ, ഞാൻ ചോദിച്ചാ എന്താ? ഞാൻ ഇത്രയും കാലം പിശാചിന്റെ കൂടെ അല്ലേ നടന്നത്? പിശാചിന്റെ കൂടെ നടന്നപ്പോൾ അവസാനം അവനല്ലേ കൂടെ വരുന്നത്? ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോഴും പാസ്റ്ററുടെ സമാധാനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ എന്റെ കാര്യത്തിന് പ്രാർത്ഥിക്കണമെന്നില്ല. കാര്യം ഞാൻ എവിടെ പോകുന്നൊന്നും എനിക്കറിയത്തില്ല. വയസ്സ് 56ഓളമായി. കഠിനമായ ക്യാൻസർ രോഗം വന്നു. ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുമായിരുന്നു. എനിക്ക് നാളെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, മരിക്കുമ്പോൾ കഴിയുമെങ്കിൽ അന്ന് തന്നെ അങ്ങ് അടക്കിയേക്കണം. കൂടുതലൊന്നും വെച്ച് ഫ്രീസറിലൊന്നും വെച്ച് തണുപ്പിക്കണ്ട. ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത അവസ്ഥ. എന്തിന് ജനിച്ചു, എന്തിന് ജീവിക്കുന്നു, എവിടേക്ക് പോകുന്നു? ഈ യാത്രയുടെ അവസാനം എന്തെന്നറിയാതെ തെറ്റി ഉഴന്നു പോകുന്ന ആളുകൾ. ഇനിയും അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നാലാമതൊരു സമൂഹത്തെ കാണാം. ഇടയന്റെ സംരക്ഷണം വിട്ട് ഏതോ പ്രത്യേക സാഹചര്യത്തിൽ ആട്ടിൻകുട്ടത്തെ വിട്ട് ഓടിപ്പോയ ഒരാൾ. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ പ്രാരംഭ വരി വായിച്ച. അവരോട് അവനെ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99-നെയും മരുഭൂമിയിൽ വിട്ടേച്ച്. കാണാതെ പോയ ഒരാട്ടിൻകുട്ടി, സിംഹത്തിന്റെ വായിലിരുന്ന് അലറി വിളിക്കുന്ന ഒരാട്ടിൻകുട്ടി, മൃത്യു ഭരിച്ച് പാതാളം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുന്ന ഒരാട്ടിൻകുട്ടി, വഴുതി ഉഴുതി തെറ്റി ജീവിത ലക്ഷ്യമില്ലാതെ ഭൂമിയിൽ അലയുന്ന ഒരാട്ടിൻകുട്ടി. ലോകത്തിലെ ആകമാന മാനവരാശിയുടെ ഒരു ചിത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സമ്പൽ സമർത്ഥമായ ലോകം ഇന്ന് അതിവേഗം മുൻപോട്ട് കുതിച്ചു പായുമ്പോഴും ഓരോ ദിവസവും ഏറെക്കുറെ 5,64,000 പേർ 24 മണിക്കൂറിനുള്ളിൽ മരിച്ച് അവർ യാത്ര ഈ ഭൂമിയോട് വിട പറയുമ്പോൾ അതിൽ കേവലം 2.5% ആളുകൾ മാത്രമേ മരണത്തിനപ്പുറമുള്ള നിത്യത കണ്ടു മരിക്കുന്നുള്ളൂ. ശേഷിപ്പുള്ളവരൊക്കെയും പ്രതീക്ഷയറ്റവരായി, പ്രാകൃതരായി, നരകയോഗ്യരായി മരിക്കുകയാണ്. യേശു പറഞ്ഞത്, യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമന ലക്ഷ്യം കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ലോകത്തിലെ മാനവരാശിയെ മൊത്തം കണക്കെടുത്തപ്പോൾ നമ്മളത് 4 ഭാഗമായി തിരിച്ചു. സിംഹത്തിന്റെ പല്ലുകൾക്കിടയിൽ പെട്ടുപോയ ആട്ടിൻകുട്ടിയും, മരണവാശങ്ങളാൽ പിടിക്കപ്പെട്ട് പ്രതീക്ഷ അച്ചുപോയ ജീവിതവും, തെറ്റി ഉഴന്ന് ലക്ഷ്യമില്ലാത്തതും ഇടയന്റെ സംരക്ഷണത്തിൽ നിന്ന് അകന്നുപോയതുമായ ഒരാട്ടിൻകുട്ടിയാണ്. ഇനി അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ടത്, ഈ ഇടയൻ ഇവരെ എങ്ങനെ രക്ഷിക്കും? യേശു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ബൈബിളിൽ അനേക ഇടയന്മാരുടെ ചരിത്രമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭത്തിൽ വരുമ്പോൾ അവിടെ ഒരു നല്ല ഇടയനെ കാണാം. പേര് ഹാബേൽ എന്നാണ്. തന്റെ ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും നല്ലതിനെ കൊടുത്ത് അവൻ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഇടയനാണ്. താഴേക്ക് വായിച്ചു വരുമ്പോൾ മോശെ എന്നൊരിടയനെ കാണാം. 40ഓളം വർഷം താൻ ആടുകളെ മേയിച്ച് താൻ ആട്ടിൻകൂട്ടത്തെ ഹോരേബോളം നടത്തിക്കൊണ്ടുവന്ന ഇടയനാണ്. ഇനി മറ്റൊരിടയനെ കാണാം. അപ്പന്റെ ആടുകൾക്ക് വേണ്ടി സിംഹത്തോട് മല്ലടിച്ച ദാവീദ് എന്ന ഒരിടയനാണ്. ഇനി അടുത്ത ഭാഗം വായിക്കുമ്പോൾ യാക്കോബിനോടുള്ള നീതി നിവർത്തിപ്പാൻ ദൈവം പേർ ചൊല്ലി വിളിച്ച പാർസി രാജാവായ കോരസ് ഒരു നല്ല ഇടയനാണ്. യെശയ്യാ പ്രവചനം 45 വരുമ്പോൾ
അതിന്റെ പ്രാരംഭ ഭാഗത്ത് വായിക്കുന്നില്ലേ? അഭിഷക്തനായ കോരശേ, നീ എന്റെ ഇടയൻ. വായിച്ചാൽ 44:28. കോരശന്റെ ഇടയനും അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും. കോരശന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവഴുത്തിന്റെ ആഴങ്ങൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്, കോരശ് എന്റെ ഇടയൻ. വേദപുസ്തക ചരിത്രത്തില് അനേക ഇടയന്മാരുടെ ചരിത്രമുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തപ്പെട്ട മറ്റൊരു ഇടയനെ നമുക്ക് കാണാം. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായാണ്. 23-ാം സങ്കീർത്തനം വരുമ്പോൾ ക്രൈസ്തവ സമൂഹങ്ങൾ വളരെ ബാല്യകാലത്തിൽ തന്നെ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. എന്നാൽ യഹൂദന്മാരുടെ ചരിത്രം പഠിച്ചാൽ അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന സങ്കീർത്തനം 1-ാം സങ്കീർത്തനമാണ്. ക്രൈസ്തവർ 23-ാം സങ്കീർത്തനത്തിനും യഹൂദന്മാർ 1-ാം സങ്കീർത്തനത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ 23-ാം സങ്കീർത്തനത്തില് ആട്ടിടയനായ ദാവീദ് യെരൂശലേമിൽ രാജാവായപ്പോൾ തന്നെ നടത്തുന്ന ദൈവത്തെ നോക്കിക്കൊണ്ട് അവരിങ്ങനെ പാടി, യഹോവ എന്റെ ഇടയനാണ്. വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പാടി അല്ലെങ്കിൽ പഠിച്ച് കാണാപ്പാഠം പറയുന്ന ഒരു നല്ല സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ സങ്കീർത്തനത്തിൽ ഒരു നല്ല ഇടയനെ നമുക്ക് കാണാം. എബ്രായ ഭാഷയിൽ നിന്നുള്ള ട്രാൻസ്ലേഷനിൽ യഹോവ എന്ന വാക്കാണ് ഉച്ചരിക്കുന്നത്. കൃപായുഗത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ ദൈവമക്കളെ, നമുക്കൊരു ഇടയനുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. യേശു ഒരു നല്ല ഇടയനാണ്. വേദപുസ്തകം നമ്മൾ പഠിച്ചാല് യേശുവിനെ 4 പേരുകളിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യോഹന്നാൻ തന്റെ രക്ഷാസുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് യേശു ഒരു നല്ല ഇടയനാണ്. വീണ്ടും നാം തിരുവഴുത്തിലേക്ക് വരുമ്പോൾ പ്രവാചകനായ സക്കരിയാവ് യേശുവിനെ കണ്ടിട്ട് വെട്ടേറ്റ് ആടുകൾ ചിതറി ഓടിയ രംഗം പറയുമ്പോൾ വെട്ടേറ്റ് തിരശ്ശീല ചീന്തിയ ഒരു നല്ല ഇടയനാണ്. വീണ്ടും തിരുവഴുത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ് ഹെബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 13-ാം അധ്യായത്തിൽ യേശുവിനെ വിശേഷിപ്പിച്ചത് വലിയ ഇടയനെന്നാണ്. അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശു ഇടയ ശ്രേഷ്ഠനാണെന്ന്. അപ്പോൾ യേശു ഒരു നല്ല ഇടയനാണ്. യേശു വെട്ടേറ്റ ഇടയനാണ്. യേശു വലിയ ഇടയനാണ്. യേശു ഇടയ ശ്രേഷ്ഠനാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ യേശു ഒരു നല്ല ഇടയനാണ്. ദൈവം നല്ല ഇടയൻ. ഞാൻ പറഞ്ഞല്ലോ, വളരെ ത്യാഗപൂർണവും വളരെയധികം ഉത്തരവാദിത്വവും വളരെ സഹിഷ്ണുതയുമുള്ള ഒരു ജോലിയാണ് ഈ ഇടയന്റെ ജോലി. വളരെ ഉത്തരവാദിത്വമുള്ളതാണ്. മറ്റു മൃഗത്തെ സംരക്ഷിക്കും പോലെ ഈ ആടുകളെ സംരക്ഷിച്ചാൽ പോരാ. അതിലുപരിയായി ഒരു അമ്മ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കും പോലെ സംരക്ഷണം കൊടുക്കേണ്ട ഒരു ജോലിയാണ് ഒരാട്ടിടയന്റെ ജോലി. ആട്ടിൻകൂട്ടം എവിടെ കിടക്കുന്നോ സമീപത്ത് കൂടാരം അടിച്ചവൻ കിടക്കണം. ആട്ടിൻകൂട്ടം ഏത് താഴ്വരയിൽ കിടക്കുന്നോ അവനോടൊപ്പം നടക്കണം. ആട്ടിൻകൂട്ടത്തിന്റെ അവസ്ഥ എന്താണോ ഒപ്പം നടന്നത് അറിയണം. വളരെ ഉത്തരവാദിത്വവും ത്യാഗപൂർണവുമായ ഒരു വേലയാണ് ഇടയന്റെ വേല. നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുൻപ് ഭക്തനായ ദാവീദ് പാടി, ദൈവമേ നീ ഞങ്ങളെ അന്വേഷിച്ചു വരണമേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ ആയിരിക്കും. പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുമ്പോൾ യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു, നാം എല്ലാവരും അവനവന്റെ വഴിക്ക് പോയ സ്വന്തം വഴികളിൽ നടന്ന തെറ്റിയുഴന്ന ആടുകളാണെന്ന് വായിച്ചാൽ, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. നാം ഓരോരുത്തരും നമ്മുടെ വഴികൾക്കായി തെറ്റി ഉഴന്നു പോയിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മുടെ ഇടയശ്രേഷ്ഠനായ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചേ നമുക്ക് അത് കേട്ട് ആ ദൂതറിഞ്ഞേ പോകാനൊക്കെ. പിശാച് വളരെ ശക്തിയായി പോരാടിക്കൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. കഴിയുന്നിടത്തോളം എല്ലാവരും
എല്ലാവരും ഒന്ന് മുഴങ്കാൽമേലിരുന്നാട്ട് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ വ്യാപരിക്കട്ടെ. അലസപ്പെട്ട മനസ്സോട് ആരും ഇരിക്കരുത്. യാത്ര മധ്യേ സാത്താൻ നിന്നെ വേട്ടയാടും, ആക്രമിപ്പാനിടയുണ്ട്. ആരും അലസപ്പെട്ട് ദയവായി ദൈവസേന ഇരിക്കരുത്. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണരട്ടെ, ഒന്നുയരട്ടെ. എല്ലാവരും മുഴങ്കാൽമേലിരുന്നാട്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. ദൂത് നിങ്ങളോട് അറിയിപ്പാൻ കഴിയാത്തവണ്ണം ദൈവസിംഹാസനത്തോട് സാത്താൻ ശക്തിയായി യുദ്ധം ചെയ്യുന്നു. ആരും അലസപ്പെട്ടിരിക്കരുത്. യാത്രമധ്യേ സാത്താൻ നിന്നെ വേട്ടയാടും, ആക്രമിപ്പാൻ സാധ്യതയുണ്ട്. തന്ത്രശാലിയായ പിശാചിന് ദയവായി ഇടം കൊടുക്കരുത്. ഒരു നിമിഷം മുഴങ്കാൽമേലിരുന്നാട്ട് കണ്ണുകളെ അടച്ചാട്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്. കുഞ്ഞുങ്ങൾ ഇതിനിടയിൽ നടന്ന് അലങ്കോലപ്പെടുത്തരുത്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒന്നും നമുക്കിടയിൽ ഉണ്ടാകരുത്. എല്ലാവരും ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട് കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടാകട്ടെ. എരിയോവിന്റെ കോട്ടകൾ തകരട്ടെ. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ കാഹളം ഊതിയപ്പോൾ എരിയോവ് തകർന്നുപോയി. പരിശുദ്ധാത്മാവിനെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു. ആമേൻ, ആമേൻ. ലോർഡ്, ലോർഡ്. Amen. Hallelujah, hallelujah, hallelujah. Hallelujah. Chabala karabala katura. രക്തം കൊണ്ടു മുദ്രയിട പെട്ടാ ജനം ഒന്നിച്ചു. രക്തം കൊണ്ടു മുദ്രയിട പെട്ട ജനം ഒന്നിച്ചു. Hallelujah, 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 hallelujah. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. ധൈര്യയുടെ എതിർപ്പുകൾ വലിക്കുകയില്ലേ. ധൈര്യയുടെ എതിർപ്പുകൾ വലിക്കുകയില്ലേ. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. ധൈര്യയുടെ എതിർപ്പുകൾ വലിക്കുകയില്ലേ. ധൈര്യയുടെ എതിർപ്പുകൾ വലിക്കുകയില്ലേ. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് എന്റെ യജമാനനാണ് എന്നോട് പറഞ്ഞത്. സത്താൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലാ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലാ. നായകനായുള്ള ദൈവം ജയം ജയം നിശ്ചയം. നായകനായുള്ള ദൈവം ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലാ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലാ. നായകനായുള്ള ദൈവം ജയം ജയം നിശ്ചയം. നായകനായുള്ള ദൈവം ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലാ. തകർക്കുന്ന സിയോനിലെ രാജാവ്. നായകനായുള്ള ദൈവം ജയം ജയം നിശ്ചയം. യേശു സിയോനിലെ രാജാവ്. നായകനായുള്ള ദൈവം ജയം ജയം. യേശു സിയോനിലെ രാജാവ്. യേശു ജീവിക്കുന്നവർക്ക് ഞങ്ങൾ ജീവിക്കുന്നു. Yes, a toleri sento tori katiraba.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നത് ഓർത്ത് തുടർന്ന് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ രാത്രി സിയോനിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാപത്തിന്റെയും മരണത്തിന്റെയും പാശങ്ങളാൽ ബന്ധപ്പെട്ട് നമ്മെ ഉദ്ധരിപ്പാൻ മനുഷ്യാവതാരമെടുത്ത് താണുലോകത്തിലേക്ക് വന്ന മശിഹ എന്ന നല്ലിടയന്റെ മഹിമകളെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. കർത്താവായ യേശു ഒരു നല്ല ഇടയനാണ്. അവൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്തവനും മരണം വിട്ട് ഉയർത്തു വന്നവനും മഹിമയുടെ രാജാവായി മടങ്ങി വരുന്നവനുമാകിയാൽ നമ്മെ നല്ല ഇടയനെന്നും വലിയ ഇടയനെന്നും ഇടയ ശ്രേഷ്ഠനെന്നും ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശു വെട്ടേറ്റ ഇടയനെന്ന പ്രവാചകനായി സക്കരിയ പറയുകയാണ്. മശിഹ വെട്ടേറ്റു, അവന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി നിത്യജീവനിലേക്കുള്ള വഴി സ്വർഗം നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. ആ നല്ലിടയനെ നമുക്ക് അനുഗമിക്കാം. അവൻ ശ്രേഷ്ഠനും നല്ലവനുമായൊരു ഇടയനാണ്. അവന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ ഉണർത്തിക്കൊണ്ടേയിരിക്കട്ടെ. കർത്താവായ യേശു എന്ന നല്ലിടയനെ കുറിച്ച് പഠിക്കുമ്പോൾ ബൈബിൾ എടുത്തെഴുതിയിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെയാണ്: നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. വായിച്ചാൽ, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ഒരു നല്ല ഇടയനാണ്. ഈ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത ഒരേ ഒരു നല്ല ഇടയനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. പ്രിയ ദൈവമക്കളെ, നാം അധർമ്മികളും പാപികളുമായിരിക്കുമ്പോൾ നമ്മുടെ ഉദ്ധാരണത്തിനായി നമ്മുടെ മശിഹ തമ്പുരാൻ തന്റെ ജീവനെ കൊടുത്തു. നീതിമാന്മാർക്ക് വേണ്ടി ഒരുപക്ഷെ മറ്റുള്ളവർ ജീവനെ കൊടുത്തേക്കാം. എന്നാൽ പാപികളും ദോഷികളും ദൈവത്തിന്റെ മുൻപാകെ ശത്രുക്കളുമായിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി ജീവനെ നൽകി. സ്വർഗത്തിന്റെ മഹിമ വിട്ട് താണലോകത്തിലേക്ക് വന്ന നമ്മുടെ മശിഹ തമ്പുരാൻ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകിയ ഇടയനാണ്.